ചേട്ടാ തൊടുപുഴയുടെ മുഖം ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. തൊടുപുഴയുടെ മുഖം പി ജെ ജോസഫാണ്. തൊടുപുഴയുടെ വികസന നായകനും പി ജെ ജോസഫാണ്. ഇപ്പോൾ അവർ 10 സീറ്റ് കോൺഗ്രസിനോട് ചോദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കയ്യിലുള്ള ഈ പറയുന്ന തൊടുപുഴ പോലും കൈവിട്ട് പോകുമോ എന്നുള്ള ഭീതിയിലാണ് നിൽക്കുന്നത് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ. എന്താണെങ്കിലും ഈ പറയുന്ന പി ജെ ജോസഫിന്റെ പക്ഷത്തു നിന്നുള്ള ആ ഒരു ചായ്വ് LDF-ലേക്ക് വരുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അവർക്ക് ഇടുക്കി, കുട്ടനാട്, തൃക്കരിപ്പൂര്, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി ഇതൊക്കെ അവർക്ക് ഷോർട്ടായിട്ടുള്ള മണ്ഡലങ്ങളാണ്. അപ്പോൾ എന്താണ് ഈ തൊടുപുഴയിലെ ഇപ്പോഴത്തെ പുതിയ വാർത്തകൾ? തൊടുപുഴയുടെ വാർത്ത എന്താണ്? തൊടുപുഴയിൽ ഈ എന്താ പറയുക, പി ജെ ജോസഫ് തന്നെ ആയിരിക്കില്ലേ സ്ഥാനാർത്ഥി? അതായത് ഈ യു ഡി എഫിന് അവരുടെ മുന്നണി നേതാക്കൾക്കൊരു തോന്നലുണ്ട്. LDF-ൽ CPM കാണിക്കുന്നത് പോലെ കോൺഗ്രസ് പാർട്ടി ചില അണികളെ, ഈ പറയുന്ന കൂടെ നിൽക്കുന്ന ഘടകകക്ഷികളൊക്കെ ചെവി തൂക്കിയെടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞ കേട്ടാൽ മതി എന്ന് കാണിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. ഈ CPM-ന് അങ്ങനെ ഒരു സൂക്കേടുണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്നു. LDF-ൽ ഈ വലിയേട്ട മനോഭാവം CPM-നുണ്ടല്ലോ. കാര്യം അത് പറയുന്നതിന് അവർ പറയുന്ന കാരണം, നിങ്ങൾ ഈ ചോട്ടാ പാർട്ടികൾ സ്ഥാനാർത്ഥികളായാലും ഞങ്ങൾ പണിയെടുത്ത് മരിക്കും, നേരെ മറിച്ച് നമ്മുടെ തന്നെ സ്ഥാനാർത്ഥിയായാലും ഞങ്ങൾക്ക് പണിയെടുത്ത് മരിക്കേണ്ടി വരില്ല. അതാണ് കോൺഗ്രസും പറഞ്ഞത്. കോൺഗ്രസും സെമി കേഡർ ഇപ്പം VD സതീശനായ ശേഷം കോൺഗ്രസ് പാർട്ടികൾ ഡിസിപ്ലിൻ വന്നതുപോലെ തോന്നുന്നുണ്ട്. പക്ഷെ ആ ഡിസിപ്ലിൻ കോൺഗ്രസിനകത്ത് അത്ര കണ്ട് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ജനാധിപത്യ പാർട്ടിയാണ് എന്നൊരു ലേബൽ പണ്ട് മുതലേ കോൺഗ്രസിനുണ്ട്. അപ്പൊ അത്തരത്തിൽ ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിന് ഇപ്പോൾ അവരുടെ UDF മുന്നണിക്കകത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് അവർക്ക് വേണ്ട സീറ്റായിട്ടുള്ള അവർ ചോദിച്ചിരിക്കുന്ന 10 സീറ്റാണ്. ഈ 10 സീറ്റ് കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചേട്ടന്മാർ ഇതുവരെയും ചേട്ടന്മാരെ സീറ്റിനെ സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. പി എ ജോസഫ് ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ. അയ്യോ, തൊടുപുഴ എന്നല്ല, തൊടുപുഴ ടൗൺ ഒരു പ്രത്യേകത ഉണ്ട് ചേട്ടാ. ചേട്ടൻ ഇന്നിപ്പോ തൊടുപുഴ വഴി പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് പോവാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ തൊടുപുഴ കണ്ടാൽ കിട്ടും. കാരണം അത്രയധികം മാറ്റങ്ങൾ ഓരോ ദിവസവും കൊണ്ടുവരുന്ന കാര്യത്തിൽ ജോസഫ് അത്രയധികം ഒരു എന്താ പറയുന്നത്, അതിനൊരു വാക്ക് പറയുക, ചില സമയത്ത് വാക്കുകൾ കിട്ടാതെ പോകുന്ന ഒരവസരമുണ്ട്. അത്ര കണ്ട് തൊടുപുഴയെ സ്നേഹിക്കുന്ന, തൊടുപുഴയെ ഹൃദയത്തിലേറ്റ് ജീവിക്കുന്ന ഒരാളാണ് ഈ പി ജെ ജോസഫ്. അദ്ദേഹം അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ തൊടുപുഴ ആഗ്രഹിക്കുന്നുമില്ല. അദ്ദേഹം പാർട്ടിക്ക് അതീതനല്ല, കോൺഗ്രസിനുമല്ല, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമല്ല, BJP-ക്കുമല്ല. അല്ല, ഇതില് ജോസഫാണോ ജയിക്കും? ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ചാൽ തൊടുപുഴ അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്. ഇത് ഈ പറയുന്ന വിഷയം നമ്മൾ പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്ത് തൊടുപുഴയിലേക്ക് പോയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തൊടുപുഴയുടെ കാര്യം പറയാം. തൊടുപുഴയിൽ തന്നെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ജോസഫിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ മകൻ അബു ജോസഫിന് മത്സരിക്കണം എന്നൊരു ആഗ്രഹം, അബു ജോസഫിനും മത്സരിക്കണമെന്ന് പാർട്ടിക്കകത്ത് ഒരു സംസാരമുണ്ട്. അപ്പോൾ അത് ഇപ്പം ഞാൻ പറയട്ടെ, നമുക്കൊരു ചെറിയ ഉദാഹരണം പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ കരുണാകരൻ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം അഗ്രഗണ്യനായി വളരെ അങ്ങ് വിരാജിച്ച് വലിയൊരു നേതാവായി നിൽക്കുന്ന സമയത്താണ് രമേശ് ചെന്നിത്തല, G കാർത്തികേയൻ, MA ഷാനവാസ് ഇങ്ങനെ നിരവധി നേതാക്കളെ അദ്ദേഹം കൊണ്ടുവന്നത്. ഒരു വേള മകൾ വന്നപ്പോഴുമാണ് ഇവരെല്ലാം തെറ്റിപ്പിരിഞ്ഞത്. അപ്പൊ ഇവിടെ അബു ജോസഫിനെ പി എ ജോസഫ് കൊണ്ടുവന്നപ്പോൾ മോൻസിന് വിഷമമായി. മോൻസ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളതാ, മാനസപുത്രൻ എന്ന് തന്നെ പറയാം. മോൻസിനെ സംബന്ധിച്ച് എന്റെ ഒരു അറിവ് വെച്ച്, ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച്, അദ്ദേഹത്തിന്റെ കൂടെ തന്നെ, കാര്യം പി എ ജോസഫിന്റെ ഒരു സന്തത സഹചാരിയാണ്. അപ്പൊ ഈ മോൻസിനെ ഒക്കെ തന്നെ ശരിക്കും അദ്ദേഹത്തിനെ എന്താ പറയാ, ഇങ്ങനെ മകനെ കൂടുതൽ പൊക്കുന്നു എന്നൊരു തോന്നൽ അത് ഈ കേരള കോൺഗ്രസ് പാർട്ടിയിൽ അത് വളരെ കൂടുതലാണ്. മക്കളുടെ രാഷ്ട്രീയം എല്ലായിടത്തും ഉണ്ടല്ലോ. അതെ. അപ്പൊ ഇത്തരത്തിൽ ഈ പറയുന്ന തൊടുപുഴയിൽ തന്നെ അച്ഛൻ മത്സരിക്കണോ മകൾ മത്സരിക്കണോ എന്നൊരു തർക്കം അവർക്കിടയിൽ നടക്കുന്നുണ്ട്. അത് അവർ തീർക്കേണ്ട കാര്യമാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. 2, ഇത്തവണ എങ്ങനെയും ഭരണം കൊണ്ടുവരണം എന്ന് UDF-ന്റെ ഒരു അവരുടെ ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ ഇവർ നിർത്തുന്ന സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ മാണി വിഭാഗം ഇവരെ പൊട്ടിക്കും. മാണി വിഭാഗം എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി ഓൾറെഡി യുദ്ധമാണല്ലോ. അല്ല, ജോസ് കെ മാണി ഇപ്പൊ അപ്പുറത്താണല്ലോ. അപ്പൊ ഇത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം പറയണം. ഏതാനും ഒരു 2-3 ആഴ്ചക്ക് മുന്നേ ജോസ് കെ മാണി വരുന്നു എവിടേക്ക്, UDF-ലേക്ക് എന്നൊരു കൊട്ടിഘോഷിക്കലുണ്ടായിരുന്നു. ഇപ്പോ ഈ പറയുന്ന ജോസഫ് വിഭാഗത്തിനോട് VD സതീശനും ഗ്രൂപ്പും കാണിക്കുന്ന ഈ ഒരു, അല്ലെങ്കിൽ VD സതീശനല്ല UDF കാണിക്കുന്ന ചിറ്റമ്മ നയം, ഒരുതരം വെറുപ്പ്, നിങ്ങളൊന്നും കൊള്ളത്തില്ല, ചീള് എന്ന് പറയും, തിരുവനന്തപുരം ഭാഷയിൽ ചീളെന്ന് പറയും. ഇങ്ങനെ ഇത്തരത്തിൽ മാറ്റി നിർത്തിയിരിക്കുന്നത് പോലെയാണ് മാണിസാറിന്റെ മകനെ ഈ ബെന്നി ബെഹനാനും ആന്റണിയും ഒക്കെ അടങ്ങുന്ന അന്നത്തെ
കോൺഗ്രസ് വിഭാഗം പ്രഭാവം നഷ്ടപ്പെട്ടു പോയ കാലഘട്ടം. അതെ, അദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണശേഷം ജോസ് കെ മാണിയോട് കാണിച്ചത്. അത് കാരണമാണ് ജോസ് കെ മാണി, അല്പം മുമ്പ് പ്രശാന്ത് പറഞ്ഞു എന്തുകൊണ്ട് ജോസ് കെ മാണിയോട് പാലക്കാർക്ക് വിരോധം എന്ന് വെച്ചാൽ അദ്ദേഹം LDF-നോട് പോയത്. അദ്ദേഹത്തിന് നിലനിൽക്കണ്ടേ, അദ്ദേഹത്തിന് ഇപ്പൊ സംരക്ഷിക്കുന്നവർക്കൊപ്പമല്ലേ നമുക്ക് നിൽക്കാൻ കഴിയുള്ളൂ. അതിലവിടെ രാഷ്ട്രീയം നോക്കാൻ പറ്റത്തില്ല. ഇപ്പൊ പ്രശാന്ത് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു വലിയ ഒരു പടുകുഴിയിലേക്ക് ഞാൻ പോകുന്ന അവസരത്തിൽ എനിക്ക് കൈത്താങ്ങെന്ന് കയറ്റി വിടുന്ന ആളിനോട് എനിക്കൊരു പ്രതിപത്തി വേണ്ടേ? അത് തീർച്ചയായിട്ടും അത്തരത്തിൽ ജോസ് കെ മാണി എന്ന നേതാവ് ശരിക്കും അങ്ങോട്ട് പോയി അവിടെ അദ്ദേഹം അവർക്കൊപ്പം നിന്നു. അപ്പോഴത്തേക്ക് ഇതാ വരുന്നു ഇവരുടെ തീരുമാനം, UDF-ൽ പോകുന്നു എന്നൊരു കഥ വരുന്നു. ഇപ്പൊ UDF-ലേക്ക് അദ്ദേഹം കയറുന്നതിന് മുമ്പ് തന്നെ ജോസഫ് വിഭാഗം പറയുന്നു ഇവിടേക്കാരും വരെയൊന്നും വേണ്ട, ഇവിടെ നിങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. കാരണം എന്താ, തങ്ങളുടെ ആവശ്യം അവിടെ നടക്കില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞ ജോസഫ് ഇപ്പൊ എന്തായി? ജോസഫിന് ഈ പറയുന്ന പോലെ അവിടെയും സീറ്റില്ല, ഇവിടെ വരെ പറഞ്ഞു പോയി. ഇപ്പൊ അണികൾ പറയുന്നത് മര്യാദയ്ക്ക് LDF-ലോട്ട് പോയെങ്കിൽ ചോദിച്ചാൽ ഒരു പകുതി സീറ്റെങ്കിലും കിട്ടിയേനെ. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ ജോസ് കെ മാണിയെയും കിട്ടിയിട്ടില്ല, ഈ പറയുന്ന ഈ വിദ്വാനെയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ PJ ജോസഫ് വിഭാഗത്തിന് ചോദിക്കുന്ന സീറ്റ് കിട്ടുന്നില്ല. ഏത് ചോദിക്കുന്ന സീറ്റ് ഇപ്പോൾ VD സതീശൻ ബാച്ച് കൊടുക്കുന്നില്ല. ഇതിൽ പറയുന്ന ഇടുക്കി, കുട്ടനാട്, ഏറ്റുമാനൂർ, തൃക്കരിപ്പൂർ, ചങ്ങനാശ്ശേരി. തൃക്കരിപ്പൂർ എന്ന് പറയുന്നത് കണ്ണൂരാണ്. കണ്ണൂര് കേരള കോൺഗ്രസിന്റെ ജോസഫ് നിന്നാൽ അവിടെ എതിർപക്ഷത്ത് CPM. തൃക്കരിപ്പൂരൊക്കെ ജയിച്ചിട്ടുള്ളത് ആരാണ്? CPM ജയിച്ചിട്ടുള്ളതാ. EK നായനാർ ജയിച്ച സ്ഥലമാണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവിടെ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വേണ്ടേ? അപ്പോൾ ചുരുക്കത്തിൽ ഇത്ര മാത്രം PJ ജോസഫ് ഇത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ UDF-മായി ഇടഞ്ഞു നിൽക്കുന്നു. അവർ ചിലപ്പോൾ LDF-ലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നൊരു വർത്തമാനം കേൾക്കുമ്പോൾ UDF-നകത്ത് മുന്നണി സംവിധാനത്തിൽ ഈ ഇങ്ങനെ സീറ്റുകൾ അതിൻ്റെ ഒരു ഏകീകരണം നടക്കുന്നതേ ഉള്ളൂ. നമുക്ക് കാത്തിരിക്കാം. ഈ പറയുന്ന രീതിയിൽ ചിലപ്പോൾ ജോസ് കെ മാണിക്കൊപ്പം PJ ജോസഫ് പോകുമോ? അബു ജോസഫാണ് നയിക്കുന്നത്. ചിലപ്പോൾ PJ ജോസഫ് 2 കീറായി പോകാനും സാധ്യതയുണ്ട്. ഇത് കേരള കോൺഗ്രസ് ആണ്.